പൈത്തൺ സീരീസ് ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പൈത്തൺ സീരീസിൽ ടപ്പിൾസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ടപ്പിൾസ്, എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇനീഷ്യലി ടപ്പിൾ എന്താണെന്ന് നോക്കുവാണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് ഡാറ്റ ടൈപ്പുകൾ അല്ലെങ്കിൽ ഐറ്റംസ് നമുക്ക് ഒരു സിംഗിൾ വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഇത് റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ ലിസ്റ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ലിസ്റ്റും ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈപ്പ് ഐറ്റംസിനെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പുകളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈത്തൻ്റെ ഒരു ഫീച്ചറാണ് ടപ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതെങ്ങനെ യൂസ് ചെയ്യണം, ലിസ്റ്റും ടപ്പിളുമായിട്ട് കുറച്ച് ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടും കുറച്ച് തിയറിറ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സോ നമുക്ക് നോക്കാം. നമ്മൾ ലിസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിനൊരു വേരിയബിൾ നെയിം കൊടുക്കും. സോ എ എന്നൊരു വേരിയബിൾ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്താണ് നമ്മൾ അതിൻ്റെ ഐറ്റംസ് കൊടുക്കുന്നത്. ഒന്നെങ്കിൽ ഇൻറ്റീജർ ആയിട്ടുള്ള ഡേറ്റ ടൈപ്പ് നമ്മൾ കോമ ഇട്ടിട്ട് ഓരോ ഡേറ്റ ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്ക് ബൂളിയൻ ആയിട്ടുള്ളത് സപ്പോർട്ടഡ് ആണ്, അതുപോലെ തന്നെ ഫ്ലോട്ടഡ് ആയിട്ടുള്ളത് സപ്പോർട്ടഡ് ആണ്, അതുപോലെ തന്നെ സ്ട്രിങ് സപ്പോർട്ടഡ് ആണ്, ദെൻ ഡ്യൂപ്ലിക്കേറ്റഡ് വാല്യൂസ് സപ്പോർട്ടഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ലിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ ടപ്പിൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ടപ്പിൾ ആക്ച്വലി നമ്മൾ ഒരു വേരിയബിളിലേക്ക് നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ ഒറ്റ ലിസ്റ്റ് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലിസ്റ്റും അതുപോലെ തന്നെയാണ് ടപ്പിളും അതുപോലെ തന്നെയാണ്. പക്ഷേ ടപ്പിളിൽ ഒരു വ്യത്യാസം വരുന്നത് സിൻടാക്സിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് ഇട്ടത്, നമ്മൾ ടപ്പിൾസിൽ യൂസ് ചെയ്യുന്നത് നോർമൽ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ ടപ്പിൾസിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ വേരിയബിൾ നെയിം കൊടുക്കുന്നതിലും വേരിയബിളിൻ്റെ ഒരു നെയിം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ടപ്പിൾ എന്നുള്ള സിൻടാക്സ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ആ ഒരു ടപ്പിൾ എന്നുള്ള നെയിം കൊടുത്തിട്ടായിരിക്കണം നമ്മൾ വേരിയബിളിൻ്റെ നെയിം കൊടുക്കേണ്ടത്. സോ നമ്മൾ സിൻടാക്സിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ടപ്പിൾ ടപ്പിൾ എന്നുള്ള ആ ഒരു നെയിം കൊടുക്കണം. ദെൻ നമുക്ക് ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. ഒന്നെങ്കിൽ അണ്ടർസ്കോർ ഇട്ടിട്ട് നമുക്ക് 1 എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊടുത്തിട്ടില്ലെങ്കിലും ടപ്പിൾ 2 അങ്ങനെ എന്തെങ്കിലും കൊടുത്താലും മതി. സോ നമ്മൾ ഈ ഒരു ടപ്പിൾ നെയിം കൊടുത്തതിന് ശേഷമാണ് ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നത്. ബിഫോർ അല്ല ആഫ്റ്റർ ആണ്. ടപ്പിൾ എന്നുള്ള നെയിം എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നത്. സോ അത് കൊടുത്തിട്ട് നമുക്ക് നമ്പർ ഓഫ് ഐറ്റംസ് നമുക്ക് ആ ഒരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് സ്ക്വയർ ബ്രാക്കറ്റ് അല്ല നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ നോർമൽ ബ്രാക്കറ്റിൽ നമുക്ക് ഇൻറ്റീജർ ടൈപ്പ്, അതുപോലെ തന്നെ ബൂളിയൻ ടൈപ്പ്, ഫ്ലോട്ടഡ് ടൈപ്പ്, അതുപോലെ തന്നെ സ്ട്രിങ് ടൈപ്പ്, ഇതെല്ലാം ടപ്പിൾസിലും അലൗഡ് ആണ്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസും നമുക്ക് ടപ്പിളിൽ അലൗഡ് ആണ്. സോ ടപ്പിളും ലിസ്റ്റിലുള്ള പോലെ തന്നെ എല്ലാ ടൈപ്പ് ഡാറ്റ ടൈപ്പുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ടപ്പിളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡാറ്റ ടൈപ്പുകൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ലിസ്റ്റിനകത്ത് നമുക്ക് ഒരു ഡാറ്റ ടൈപ്പിന് വേണ്ടി നമുക്ക് ആഡ് ചെയ്യായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡെക്സ് 0, 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു ഇൻഡെക്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ഇൻഡെക്സിനകത്തുള്ള വാല്യൂസിന് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. 0th ഇൻഡെക്സിൽ 1 ആണ്, 1th ഇൻഡെക്സിൽ ട്രൂ ആണ്, 2nd ഇൻഡെക്സിൽ 1.11 എന്ന് പറയുന്ന ഫ്ലോട്ടഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് റീഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 0th ഇൻഡെക്സിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു വാല്യൂസിന് ആഡ് ചെയ്ത് അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ടപ്പിൾസിൽ നമുക്കത് അലൗഡ് അല്ല. നമുക്ക് ഒരു വാല്യൂവിനെ റിമൂവ് ചെയ്യാനോ നമുക്ക് വാല്യൂവിനെ ആഡ് ചെയ്യാനോ പറ്റത്തില്ല. സോ നമ്മൾ ടപ്പിൾ _1 സീക്വൽ 0th ഇൻഡെക്സ് സീക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എറർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ടപ്പിൾ ചെയ്യുന്ന സമയത്ത് ടപ്പിൾ വാല്യൂസ് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഡാറ്റ ടൈപ്പ് നമുക്ക് ഇൻറ്റീജർ മാത്രമായിട്ടുള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കാം, അതുപോലെ സ്ട്രിങ് മാത്രമായിട്ടുള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കാം, ബൂളിയൻ ആയിട്ടുള്ളതോ ഫ്ലോട്ട് ആയിട്ടുള്ളത് മാത്രം കൊടുക്കാം, മിക്സ് ചെയ്തിട്ടുള്ള എല്ലാം അലൗഡ് ആണ്. ടപ്പിൾ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വാല്യൂസ് ടപ്പിളായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു വാല്യൂസാണ് കൊടുത്തിട്ടുള്ളൂവെങ്കിൽ നമ്മൾ ആ ഒരു ഡാറ്റ ടൈപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടണം. കോമ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഇൻറ്റീജറോ ഡാറ്റ ടൈപ്പോ അങ്ങനെ ഏത് ടൈപ്പ് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ടപ്പിളായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സീക്വൽ ടു ബ്രാക്കറ്റിനുള്ളിൽ നമ്മളൊരു വാല്യൂ 15 ആണെങ്കിൽ ആ വാല്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇട്ടിട്ടുണ്ടാവണം, എങ്കിൽ മാത്രമാണ് അത് ടപ്പിളായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. കോമ ഇട്ടിട്ടില്ലെങ്കിൽ അത് ഇൻറ്റീജറോ അല്ലെങ്കിൽ സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ് ആയിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്, ടപ്പിളായിട്ട് റീഡ് ചെയ്യത്തില്ല. സോ നമുക്കത് പ്രാക്ടിക്കലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകും. സോ ഞാനിവിടെ ഒരു പൈത്തണിൻ്റെ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ടപ്പിൾ എന്ന് നെയിം കൊടുത്തിട്ട്. സോ ടപ്പിൾ നമ്മൾ വേരിയബിളിലേക്ക് ഒരു ഡാറ്റ സെറ്റുകൾ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ടപ്പിളിനെ കോൾ ചെയ്യണം. സോ ടപ്പിൾ അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ ടപ്പിൾ വന്നിട്ടുണ്ടാവും. ദെൻ നമ്മൾ അതിനൊരു വേരിയബിൾ നെയിം കൂടി കൊടുക്കുക. സോ ഞാനിവിടെ ടപ്പിൾ 1 എന്ന് കൊടുത്തു. ദെൻ നമുക്കിവിടെ ഒന്നെങ്കിൽ നമുക്കിവിടെ അണ്ടർസ്കോർ കൊടുക്കാം, അണ്ടർസ്കോർ കൊടുത്താലും കുഴപ്പമില്ല. സോ നമുക്ക് ഇവിടെ നമ്മൾ നോർമൽ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്, റൗണ്ടഡ് ആയിട്ടുള്ള. സോ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഡാറ്റ ടൈപ്പുകൾ കൊടുക്കുന്നത്. സോ ഞാനിവിടെ 1, 10, ഓൾസോ ഡ്യൂപ്ലിക്കേറ്റഡ് അലൗഡ് ആണ്. സോ നമുക്കിവിടെ ബൂളിയൻ കൊടുക്കാം, ട്രൂ കൊടുക്കാം, ദെൻ സ്ട്രിങ് കൊടുക്കാം,
സോ ഈ രീതിയിലാണ് നമ്മൾ ടപ്പിൾസിനെ കൊടുക്കുന്നത്. സോ നമുക്ക് പ്രിന്റ് ഫംഗ്ഷനിലൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെയാണ് വാല്യൂസ് വന്നിരിക്കുന്നത്. 1, 19, 1. സോ നമ്മളിവിടെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ അലൗഡ് ആണ്. ട്രൂ വന്നിട്ടുണ്ട്, സ്ട്രിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോട്ടഡ് വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടഡ് വാല്യൂസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ ഇപ്പോൾ ഫ്ലോട്ടഡ് വാല്യൂസ് വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ നമുക്ക് ടപ്പിൾസിൻ്റെ കേസിനകത്ത് നമുക്കിവിടെ നമുക്കൊരു വാല്യൂസ് ആഡ് ചെയ്യണമെങ്കിൽ ഇൻഡെക്സിങ് പോസിബിൾ ആണ്. സോ നമുക്കൊരു 0th ഇൻഡെക്സിലുള്ള വാല്യൂ റീഡ് ചെയ്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിവിടെ പ്രിന്റ് ഫംഗ്ഷൻ തന്നെ കൊടുക്കാം. പ്രിന്റ് ഫംഗ്ഷനിൽ അവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇൻഡെക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ സ്ക്വയർ ബ്രാക്കറ്റാണ് കൊടുക്കുന്നത്. ഇപ്പോൾ 0th ഇൻഡെക്സിൽ 1 എന്ന് പറയുന്ന വാല്യൂസാണ് കിടക്കുന്നത്. ഫസ്റ്റ് ഇൻഡെക്സിൽ 19 എന്ന് പറഞ്ഞ വാല്യൂസാണ് കിടക്കുന്നത്. സോ നമുക്ക് ഇൻഡെക്സിങ് പോസിബിൾ ആണ്. ഇൻഡെക്സിങ് വരുമ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റ് അല്ല കൊടുക്കുന്നത്, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടപ്പിൾ 1 0th ഇൻഡെക്സ് ഈക്വൽ ടു 18 എന്ന് കൊടുത്തു. അപ്പോൾ 0th ഇൻഡെക്സിലെ വാല്യൂ ചേഞ്ച് ചെയ്യണമെന്ന് കൊടുത്തു കഴിഞ്ഞാലോ? സോ അത് പോസിബിൾ അല്ല. കാരണം ഇതിനകത്ത് നമുക്ക് ഒബ്ജക്റ്റ് നോട്ട് സപ്പോർട്ടഡ് ആണ്. അതായത് നമുക്ക് ആഡ് ചെയ്യാനോ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. സോ ടപ്പിൾസിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ അവിടെ ഫിക്സഡ് ആയിരിക്കും. നമ്മളിവിടെ വാല്യൂസ് കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ മാനുവലായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. സോ ആ രീതിയിലാണ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇതുപോലെ ഓരോ ഇൻഡെക്സിലേക്ക് നമുക്ക് വാല്യൂസ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുപോലെ തന്നെ നമുക്ക് ടപ്പിൾസിൽ നമ്മൾ സെറ്റ്സിലല്ല നമ്മൾ ലിസ്റ്റിൽ കണ്ടുപോലെ തന്നെ നമുക്ക് സ്ലൈസിംഗ് ഒക്കെ പോസിബിൾ ആണ്. സോ നമുക്ക് സ്ലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക. സോ സെമിക്കോളൻ ഇട്ടിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് ഡിഫാൾട്ടായിട്ട് ഇവിടെ 0th ഇൻഡെക്സ്, ദെൻ ഇവിടെ മാക്സിമം എത്ര ഇൻഡെക്സ് ലെങ്ത് ആണുള്ളത് അത്ര ലെങ്ത് അവിടെ പ്രിൻ്റ് ആയിട്ട് വരും. ഇവിടെ നമ്മൾ 1th ഇൻഡെക്സ് മുതൽ ഒരു 4th ലെങ്ത് വരെയുള്ള വാല്യൂസാണ് കൊടുക്കുന്നതെങ്കിൽ ഇതൊക്കെ ആയിരിക്കും. 1th ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 19 മുതൽ 4th കൗണ്ട് വരെ 1, 2, 3, 4 ട്രൂ വരെയുള്ള വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ആ രീതിയിൽ 19, 1 ട്രൂ എന്നുള്ള രീതിയിൽ വാല്യൂസ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. സോ ഈ 4th എന്ന് പറയുന്നത് ഇൻഡെക്സ് അല്ല, ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ലെങ്ത് അറിയണമെങ്കിൽ കളയുക, ലെങ്ത് ഓഫ് ഈ ഒരു ടപ്പിളിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, ദെൻ ഒന്ന് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത് എത്രയാണെന്ന് അറിയാൻ പറ്റും. സോ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 6 ആണ്. 1, 2, 3, 4, 5, 6. സോ 6 ആണ് ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടപ്പിൾസ് വേരിയബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടപ്പിൾ എന്നുള്ള ഇത് ഫംഗ്ഷൻ നെയിം അടിച്ചു കൊടുക്കുക. ദെൻ ഞാനിവിടെ 2 എന്ന് പറയുന്ന വേരിയബിൾ നെയിം കൊടുത്തു. ദെൻ സീക്വൽ ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടപ്പിൾസിന് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു സിംഗിൾ ഡേറ്റ ടൈപ്പാണ് കൊടുക്കുന്നതെങ്കിൽ ഞാനിവിടെ 10 എന്ന് കൊടുത്തു. 10 എന്ന് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ടപ്പിൾ 2 ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് 10 എന്നായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷേ ഇതിപ്പോൾ ഒരു നോർമൽ വേരിയബിൾ ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്മൾ ടൈപ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈപ്പ് വെച്ചിട്ട് ഏത് ടൈപ്പാണെന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് നോക്കാം. സോ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണ്. സോ ഇതൊരു വേരിയബിൾ ആയിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളൂ, അത് ടപ്പിളായിട്ട് ആക്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ടപ്പിളായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു കോമ ഇട്ട് കൊടുക്കണം ആ ഒരു വേരിയബിൾ കഴിഞ്ഞതിന് ശേഷം. എന്നിട്ട് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ടപ്പിളായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ 10 എന്ന് പറയുന്നത് ഇപ്പോൾ ടപ്പിളാണ്, അല്ലെങ്കിൽ ഈ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ടപ്പിളാണ്. അപ്പോൾ നമ്മളൊരു നമ്പർ ഓഫ് ലിസ്റ്റുകൾ ആഡ് ചെയ്യണം, എങ്കിൽ മാത്രമാണ് അത് ടപ്പിളായിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ കാറ്റിനേഷൻസ് നമുക്ക് ടപ്പിൾസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാനിവിടെ ടപ്പിൾ 1ഉം ടപ്പിൾ 2ഉം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടപ്പിൾ 2 ഞാൻ കുറച്ചും കൂടി വാല്യൂസ് കൊടുക്കുകയാണ്. സോ ഇതിനെ നമുക്ക് കാറ്റിനേറ്റ് ചെയ്തിട്ട് എഴുതുവാണെങ്കിൽ ഇപ്പോൾ ടപ്പിൾ _3 സീക്വൽ ടു ടപ്പിൾ 1 പ്ലസ് ടപ്പിൾ 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇവിടെ ഏത് ടൈപ്പാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. സോ അത് ഇവിടെ ടപ്പിൾ 3 എന്ന് പറയുന്നത് ടപ്പിൾ തന്നെയാണ്. സോ നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത്. സോ ഇവിടെ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടുകൂടി കാറ്റിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ 1, 19, 1 ട്രൂ ABC 10.77 എന്ന് പറഞ്ഞ വാല്യൂ, ദെൻ അത് കഴിഞ്ഞിട്ട് കോമ 10, 11, 45. സോ ഈ ടപ്പിൾ 2ൻ്റെയും കൂടി ആഡ് ചെയ്തു. അപ്പോൾ രണ്ടും കൂടി കാറ്റിനേറ്റ് അല്ലെങ്കിൽ ഒരുമിച്ച് ആക്കിയിട്ടുള്ള രീതിയിലാണ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കാറ്റിനേഷൻ ഓൾസോ പോസിബിൾ ആണ് ടപ്പിളിൻ്റെ കേസിന്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഞാൻ കൊടുത്ത് ഇതിനെ ഞാനൊന്ന് അൺകമൻറ്റ് ചെയ്യണം. സോ ഇവിടെ ടപ്പിൾ 3, 2 ഞാനിവിടെ ഇൻറ്റു 10 കൊടുത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? നമുക്ക് 2 കൊടുത്തിട്ട് ഔട്ട്പുട്ട് കൊടുത്തു നോക്കാം. സോ ഇവിടെ ഞാൻ കോമ ഇട്ടിട്ടുണ്ട്, 10 കോമ ഇട്ട്, അപ്പോൾ ടപ്പിളായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതിനെ 10 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ അന്നേരം 10ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 10 തവണ ആ ഒരു 10 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ആഡായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാനിവിടെ 11 കൊടുത്തിട്ട് റൺ ചെയ്ത് എന്തായിരിക്കും? ഇപ്പോൾ 10, 11 എന്നുള്ള രീതിയിൽ ഒറ്റ ഡേറ്റ ടൈപ്പ് വേരിയബിൾ ആയിട്ട് തന്നെ ആ ഒരു ഡേറ്റ ടൈപ്പ് നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. സോ ടപ്പിൾസ് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് 10 തവണ കൊടുത്തുകൊണ്ട് തന്നെ 10 തവണ മൾട്ടിപ്പിൾ ആയിട്ടുള്ള
ഡാറ്റ ടൈപ്പ് ഒറ്റ ലിസ്റ്റ് തന്നെ അല്ലെങ്കിൽ ഒറ്റ വേരിയബിൾ നെയിമിൽ തന്നെ സ്റ്റോർ ആയിട്ട് വന്നിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. സോ ഈ രീതിയിലൊക്കെയാണ് ടപ്പിൾസ് ആക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ടപ്പിൾസ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ നമുക്കത് ഫ്യൂച്ചറിൽ കാര്യങ്ങളൊക്കെ നോക്കാം. സോ ടപ്പിൾസിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക് ഇട്ട് കാണാം. ബൈ ബൈ.